ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ്നോസ്റ്റിക്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിപ്പോസിഷൻ എന്ന ടോപ്പിക്കാണ് അല്ലേ. അതിൽ നമ്മൾ ഇൻ, ഓൺ, ബൈ, അറ്റ് എന്നിങ്ങനെയുള്ള പ്രിപ്പോസിഷൻ വേർഡ്സും അതിൻ്റെ യൂസസും എക്സാമ്പിൾസും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർ ആൻഡ് വിത്ത്, ഈ രണ്ട് പ്രിപ്പോസിഷൻ വേർഡാണ്, ഫോറും വിത്തും. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർ എന്ന വേർഡാണ്. ഫോർ എന്ന പ്രിപ്പോസിഷന് ഫോർമലായിട്ട് നമ്മൾ മീനിങ് എന്താ പറയുന്നത്, വേണ്ടി എന്ന അർത്ഥമാണ് അല്ലേ. അത് എല്ലാവർക്കും അറിയാവുന്ന കോമൺ ആയിട്ടുള്ള ഒരു പ്രിപ്പോസിഷനാണ് ഫോർ എന്ന് പറയുന്നതും അതിൻ്റെ മീനിങ്ങും അതുപോലെ എല്ലാവർക്കും അറിയാം അല്ലേ. എന്താണ് അതിന് ഫോർമലായിട്ട് അർത്ഥം പറയുന്നത്, വേണ്ടി എന്ന അർത്ഥമാണ് ഫോർ എന്നതിന് നമ്മൾ പറയുന്നത്. The preposition for has many use including identify objects, expressing duration and indicating purpose. എന്താണ്, ഒബ്ജക്റ്റിനെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ദൈർഘ്യം പ്രകടമാക്കാൻ, ഉദ്ദേശത്തെ കാണിക്കുന്നതിനൊക്കെ നമ്മൾ എന്തുപയോഗിക്കും, ഫോർ എന്ന പ്രിപ്പോസിഷൻ ഓരോ സെൻറ്റൻസിൽ ഉപയോഗിക്കും. അപ്പോൾ ഈ ഫോർ എന്ന പ്രിപ്പോസിഷൻസിൻ്റെ യൂസിങ് ഏതൊക്കെയാണ്? ദ പ്രിപ്പോസിഷൻ ഫോർ ഹാസ് മെനി യൂസസ് ഇൻക്ലൂഡിങ് identify objects, expressing duration and indicating purpose. ഒബ്ജക്റ്റിനെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ദൈർഘ്യം പ്രകടമാക്കാൻ, അതായത് എന്താണ്, ഡ്യൂറേഷൻ, ടൈം, അത് പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ഉദ്ദേശത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സെൻറ്റൻസിൽ നമ്മൾ ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. പക്ഷെ ആ ഒരു യൂസിങ്സിലൊക്കെ ഫോർ എന്നതിന് മലയാളത്തിൽ അർത്ഥം വരുന്നത് എന്താണ്, വേണ്ടി എന്ന പ്രയോഗം തന്നെയാണ് അവിടെ അർത്ഥം വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നോക്കിയേ, നമുക്ക് യൂസസ് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. ഡിനോട്ട് എ പീരിയഡ്സ് ഓഫ് ടൈം ഇൻ പാസ്റ്റ്. ഡിനോട്ട് എ പീരിയഡ്സ് ഓഫ് ടൈം ഇൻ പാസ്റ്റ്. ഇത്ര കാലമായിട്ട് അല്ലെങ്കിൽ ഒരു സമയത്തിൻ്റെ കാലയളവിനെ പറയുന്നതിന്, ഒരു ഡ്യൂറേഷൻ ഓഫ് പീരിയഡിനെ പറയുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സെൻറ്റൻസിൽ എന്തുപയോഗിക്കും, ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. ഡിനോട്ട് എ പീരിയഡ്സ് ഓഫ് ടൈം ഇൻ പാസ്റ്റ്, ഇത്ര കാലമായിട്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ എന്തുപയോഗിക്കുന്നത്, പ്രിപ്പോസിഷൻ വേർഡായിട്ടുള്ള ഫോർ എന്ന ടേം നമ്മൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത്. ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു എന്താണ്, ഒരു സമയ കാലയളവ് പറയുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ എന്തുപയോഗിക്കും, ഫോർ എന്ന പ്രിപ്പോസിഷൻ വേർഡ് ഉപയോഗിക്കും. എക്സാമ്പിൾ നോക്കിയേ, ഐ ലിവ്ഡ് ഹിയർ ഫോർ 8 months. സോറി, ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 8 months. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 8 months. അവിടെ കറക്റ്റ് ഒരു സമയ കാലയളവ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, 8 മാസമായി അല്ലേ, 8 മാസമായി എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ എന്താണ്, പീരിയഡ്സ് ഓഫ് ടൈം പറയുന്നുണ്ട്, എന്താണ്, 8 മാസമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എവിടെ ഉപയോഗിച്ചേ, ഫോർ 8 months. ഫോർ 8 months. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 8 months. She has been working here for last 6 months. She has been working here for last 6 months. അവിടെയും 6 months എന്ന കാലയളവിന് മുമ്പായിട്ട് നമ്മൾ ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു. പീരിയഡ്സ് ഓഫ് ടൈം പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് എക്സാമ്പിൾസിലും ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചത്. അപ്പോൾ ക്ലിയർ ആയോ? ഈ രണ്ട് എക്സാമ്പിളും കൂടി കണ്ടപ്പോൾ ക്ലിയർ ആയില്ലേ? I have lived here for 8 months. She has been working here for last 6 months. ഇത് രണ്ടിലും സമയ കാലയളവായിട്ട് 6 months അതുപോലെ 8 months ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്തുപയോഗിച്ചു, ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഒരു പോയിന്റ് ഓഫ് ടൈമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു കറക്റ്റ് പോയിന്റ് ഓഫ് ടൈമിനെയാണ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു എക്സാക്റ്റ് ടൈമിനെയാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാൻ പാടില്ല. ഒരു സെൻറ്റൻസിൽ ഒരു പോയിന്റ് ഓഫ് ടൈമാണ് പറയുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു എക്സാക്റ്റ് ടൈമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രിപ്പോസിഷൻ വേർഡായിട്ടുള്ള ഫോർ എന്ന ടേമിനെ ഉപയോഗിക്കാൻ പാടില്ല. പകരം അവിടെ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്, സിൻസ് എന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ഒരു ഇത്ര കാലമായിട്ട് എന്ന പീരിയഡ്സ് ഓഫ് ടൈമിനെയാണ് നമ്മളൊരു സെൻറ്റൻസിൽ പറയുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ എന്തുപയോഗിക്കേണ്ടത്, ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏതാണ് പറഞ്ഞത്,
ഡിനോട്ട് എ പീരിയഡ്സ് ഓഫ് ടൈം ഇൻ പാസ്റ്റ്. ഇത്ര കാലമായിട്ട് അല്ലെങ്കിൽ ഒരു സമയ കാലയളവിനെ പറയുമ്പോൾ അവിടെ നമ്മൾ സെൻറ്റൻസിൽ ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. നേരെ മറിച്ച് ഒരു എക്സാക്റ്റ് ടൈമിനെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫോർ എന്ന ടേം അല്ല ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ് ഏതാ നോക്കിയേ. We use for to show who is intended to have. We use for to show who is intended to have. ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ന ആൾക്ക് വേണ്ടി, ഇന്നതിനു വേണ്ടി, അങ്ങനെ വേണ്ടി എന്ന അർത്ഥം. ഒരാൾക്ക്, ഒരു വ്യക്തിക്ക്, ഇന്ന ആൾക്ക് എന്നിങ്ങനെയൊക്കെ പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അവന് വേണ്ടി, നിനക്ക് വേണ്ടി. ക്ലിയർ ആയോ? അങ്ങനെ വരുന്ന ടേംസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രിപ്പോസിഷൻ വേർഡായിട്ടുള്ള ഫോർ എന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. ഒരു സെൻറ്റൻസിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഒരാൾക്ക് വേണ്ടി, അവന് വേണ്ടി, അവൾക്ക് വേണ്ടി, ഇന്നതിന് വേണ്ടി, ഇന്ന ആൾക്ക് വേണ്ടി, ഇങ്ങനെയുള്ള ടേംസ് ഉപയോഗിക്കുമ്പോഴും അവിടെ നമ്മൾ പ്രിപ്പോസിഷൻ വേർഡായിട്ടുള്ള ഫോർ എന്ന പ്രിപ്പോസിഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും മലയാളത്തിൽ അർത്ഥം വരുന്നത് വേണ്ടി എന്ന് തന്നെയാണ്. ക്ലിയർ ആയോ? അവിടെയും മലയാളത്തിൽ അർത്ഥം വരുന്നത് വേണ്ടി എന്ന് തന്നെയാണ്. എക്സാമ്പിൾ നോക്കിയേ. ദിസ് ഈസ് എ ലെറ്റർ ഫോർ യു. ദിസ് ഈസ് എ ലെറ്റർ ഫോർ യു. ഈ കത്ത് നിനക്ക് വേണ്ടിയുള്ളതാണ്. ദിസ് ഈസ് എ ലെറ്റർ ഫോർ യു. ഈ കത്ത് നിനക്ക് വേണ്ടിയുള്ളതാണ്. ഇറ്റ് ഈസ് എ ബുക്ക് ഫോർ ചിൽഡ്രൻ. ഇറ്റ് ഈസ് എ ബുക്ക് ഫോർ ചിൽഡ്രൻ. ഈ ബുക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ ബുക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ക്ലിയർ ആയില്ലേ? അപ്പം വി യൂസ് ഫോർ ടു ഷോ ഹു ഈസ് ഇൻറ്റൻഡഡ് ടു ഹാവ്. ഒരാൾക്ക് വേണ്ടി, ഇന്ന ആൾക്ക് വേണ്ടി, അങ്ങനെ ഉള്ള ഓരോ ടേംസിലും നമ്മൾ സെൻറ്റൻസിൽ പ്രിപ്പോസിഷൻ വേർഡായിട്ടുള്ള ഫോർ എന്ന ടേം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് എ ലെറ്റർ ഫോർ യു. ഇറ്റ്സ് എ ബുക്ക് ഫോർ ചിൽഡ്രൻ. ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ദെൻ നെക്സ്റ്റ് യൂസിങ് നോക്കിയേ. ഇൻഡിക്കേറ്റിംഗ് പർപ്പസ്. എന്താണ്? ഇൻഡിക്കേറ്റിംഗ് പർപ്പസ്. ഒരു പർപ്പസ് പറയാൻ മലയാളത്തിൽ അതും വേണ്ടി എന്ന് തന്നെയാണ് അർത്ഥം വരിക. പർപ്പസ് പറയാൻ വേണ്ടിയിട്ടും നമ്മളൊരു സെൻറ്റൻസിൽ ഫോർ എന്ന ടേം ഉപയോഗിക്കുമ്പോഴും അവിടെയും മീനിങ് എന്താണ്? വേണ്ടി എന്ന അർത്ഥം തന്നെയാണ് വരുന്നത്. അപ്പോൾ നിനക്ക് വേണ്ടി, അവന് വേണ്ടി എന്നൊക്കെ പ്രയോഗം നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞു. എന്നാൽ ഇവിടെ നമ്മൾ ഒരു പർപ്പസ് പറയുമ്പോഴാണ് എന്തുപയോഗിക്കുന്നത്? ഫോർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നടക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, അങ്ങനെ വരുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന പർപ്പസുകൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. ഇങ്ങനെയുള്ള പർപ്പസ് അതുപോലെ ഫങ്ഷൻസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും? ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. ക്ലിയർ ആയോ? ഇൻഡിക്കേറ്റിംഗ് പർപ്പസ്. പർപ്പസ് പറയുമ്പോഴും ഫോർ ആണ് സെൻറ്റൻസിൽ ഉപയോഗിക്കുക. എക്സാമ്പിൾ നോക്കിയേ. ഐ എം ഗോയിങ് ഫോർ സം ബ്രേക്ക്ഫാസ്റ്റ്. ഐ എം ഗോയിങ് ഫോർ സം ബ്രേക്ക്ഫാസ്റ്റ്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഐ എം ഗോയിങ് ഫോർ സം ബ്രേക്ക്ഫാസ്റ്റ്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. രണ്ടിലും ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഐ എം ഗോയിങ് ഫോർ സം ബ്രേക്ക്ഫാസ്റ്റ്. രണ്ടിലും എന്താണ്? ഫങ്ഷൻസ് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് ഉപയോഗിച്ചു? ഫോർ എന്ന ടേം ഉപയോഗിച്ചു. എക്സാമ്പിൾ ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. നടക്കുന്നതിന് വേണ്ടി അല്ലേ? നടക്കുന്നതിന് വേണ്ടി എന്ന് എന്താണ് അവിടെ നമ്മൾ ഉപയോഗിച്ചു അല്ലേ? ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു. എക്സാമ്പിൾ കണ്ടപ്പോൾ ക്ലിയർ ആയില്ലേ? പർപ്പസ് നമ്മൾ ഒരു സെൻറ്റൻസിൽ പറയുമ്പോഴും ഇതുപോലെ പർപ്പസുകൾ പറയുമ്പോഴും നമ്മൾ അവിടെ ഫോർ എന്ന പ്രിപ്പോസിഷൻ അതിൻ്റെ കൂടെ ഉപയോഗിക്കാറുണ്ട്. എല്ലാത്തിനും മീനിങ് വരുന്നത് കോമൺ ആയിട്ട് എന്താണ്? വേണ്ടി എന്ന അർത്ഥം തന്നെയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കിയേ. ഫോർ ക്യാൻ ആൾസോ ബി യൂസ്ഡ് ആസ് എ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ടു കണക്ട് വേർഡ്സ് ഓർ ഗ്രൂപ്പ്സ് ഓഫ് വേർഡ്സ്. For can also be used as a coordinating conjunctions to connect words or group of words. For എന്നത് വാക്കുകളോ പദങ്ങളുടെ ഗ്രൂപ്പുകളോ ആയിട്ട് ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഏകോപന സംയോജനമായും ഉപയോഗിക്കാവുന്ന പ്രിപ്പോസിഷനാണ്. എന്താണ് പറയുന്നത്? ഫോർ എന്ന വാക്കുകൾ പദങ്ങളുടെ ഗ്രൂപ്പുകളെയോ
അല്ലെങ്കിൽ ഫോർ എന്നത് വാക്കുകളെയോ അതുപോലെ വാക്കുകളുടെ ഒരു ഗ്രൂപ്പിനെയോ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംയോജന വേർഡായിട്ട് പോലും എന്തിനു ഉപയോഗിക്കും? ഫോർ എന്ന പ്രിപ്പോസിഷനെ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? എന്താ പറഞ്ഞതെന്ന് ക്ലിയർ ആയോ? അതായത് വേർഡ്സിനെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയോ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും? അവിടെ ഫോർ എന്ന വാക്ക് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിന് വേണ്ടിയിട്ട് നമ്മളവിടെ എന്തുപയോഗിക്കും? ഫോർ എന്ന പ്രിപ്പോസിഷനെ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫോർ എന്ന പ്രിപ്പോസിഷനും അതിൻ്റെ യൂസസും എക്സാമ്പിൾസും ആണ്. ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ് നമ്മൾ ഏതാണ് പറയുന്നത്? വിത്ത്. ഏതാണ്? വിത്ത്. വിത്ത് എന്ന പ്രിപ്പോസിഷൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കോമൺ ആയിട്ട് കൂടെ, ഒപ്പം എന്ന അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ വിത്തിനെ കൂടുതലും ഉപയോഗിക്കാറുള്ളത് അല്ലേ? അപ്പം നമുക്ക് നോക്കാം വിത്ത് എന്നതിൻ്റെ യൂസിങ്സ്. ഹാവിങ് ഓർ പൊസസിങ്. എന്താണ്? ഹാവിങ് ഓർ പൊസസിങ്. ഉള്ള എന്ന അർത്ഥത്തിലാണ്, പൊസസിങ് ആയിട്ട് നമ്മളൊരു സെൻറ്റൻസിൽ വിത്തിനെ ഉപയോഗിക്കുന്നു. എന്താണ്? ഹാവിങ് ഓർ പൊസസിങ്. ഉള്ള എന്ന അർത്ഥത്തിൽ ഒരു പൊസസിങ് വേർഡായിട്ട് നമ്മൾ സെൻറ്റൻസിൽ എന്തുപയോഗിക്കുന്നു? വിത്ത് എന്ന പ്രിപ്പോസിഷനെ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ നോക്കിയേ. ഇറ്റ് ഈസ് ദ ഹൗസ് വിത്ത് ദി റിയലി ബിഗ് ഗേറ്റ്സ്. ഇറ്റ്സ് ദ ഹൗസ് വിത്ത് ദി റിയലി ബിഗ് ഗേറ്റ്സ്. വലിയ ഗേറ്റുകളുള്ള വീടാണ്. അവിടെ നോക്കിയേ, ഗേറ്റുകളുള്ള. ആ ഒരു ഉള്ള എന്ന ആ ഒരു എന്താണ് പ്രയോഗത്തിന് വേണ്ടിയിട്ടാണ് ആ സെൻറ്റൻസിൽ എന്തുപയോഗിച്ചത്? നമ്മൾ വിത്ത് എന്ന പ്രിപ്പോസിഷനെ ഉപയോഗിച്ചത്. ഇറ്റ്സ് ദ ഹൗസ് വിത്ത് ദ റിയലി ബിഗ് ഗേറ്റ്സ്. ഐ സോ എ മാൻ വിത്ത് ബ്ലൂ ഐസ്. ഐ സോ എ മാൻ വിത്ത് ബ്ലൂ ഐസ്. നീല കണ്ണുകളുള്ള ഒരു മനുഷ്യനെ കണ്ടു അല്ലേ? നീല കണ്ണുകളുള്ള. മനസ്സിലായോ? അവിടെ ഉള്ള ആ ഒരു പ്രയോഗമാണ് നമ്മൾ എന്താണ് ഹാവിങ് ഓർ പൊസസിങ് എന്ന് പറയുന്ന യൂസിങ്. ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ് യൂസിങ് നോക്കിയേ. ബിക്കോസ് ഓഫ് ഓർ ആസ് എ റിസൾട്ട് ഓഫ്. ബിക്കോസ് ഓഫ് ഓർ ആസ് എ റിസൾട്ട് ഓഫ്. കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് എന്നൊക്കെ അർത്ഥം വരുന്ന ടേംസിൽ ഒരു സെൻറ്റൻസിൽ കാരണം എന്താണോ അതിനെ പറയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഫലമായിട്ട് നടന്നതാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ വരുന്ന ടേംസിനൊക്കെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? വിത്ത് എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ. വിത്ത് ഓൾ ദിസ് വർക്ക് ഐ ഹാഡ് ബെറ്റർ സ്റ്റേ ഇൻ ടു നൈറ്റ്. Then next, we use denote the instrument with which. We use denote the instrument with which. കൊണ്ട് എന്ന അർത്ഥത്തിൽ ഒരു സെൻറ്റൻസിൽ ഒരു കാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വിത്ത് ഉപയോഗിക്കും. അവിടെ കൊണ്ട് എന്ന അർത്ഥത്തിലാണ് വിത്തിന് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഒരു സെൻറ്റൻസിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം. അപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പുസ്തകം. മനസ്സിലായോ? ആ പുസ്തകം എന്ന ഉപകരണത്തെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കൊണ്ട് എന്ന അർത്ഥത്തിൽ ഒരു പുസ്തകം കൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ കൊണ്ട് എന്നൊരർത്ഥം വരുന്നുണ്ടോ? ആ വരുന്ന അർത്ഥത്തിന് വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുക? സെൻറ്റൻസിൽ പ്രിപ്പോസിഷൻ വേർഡായിട്ടുള്ള വിത്ത് എന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. ഒരു സെൻറ്റൻസിൽ ഒരു കാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിനെ പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വിത്ത് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. എക്സാമ്പിൾ നോക്കിയേ. ഹീ കട്ട് ദ വുഡ് വിത്ത് ആൻ ആക്സ്. ഹീ കട്ട് ദ വുഡ് വിത്ത് ആൻ ആക്സ്. അവൻ ആക്സ് കൊണ്ട് മരം മുറിച്ചു. അവൻ കോടാലി കൊണ്ട് മരം മുറിച്ചു അല്ലേ? അവൻ കോടാലി കൊണ്ട് മരം മുറിച്ചു. ഹീ കട്ട് ദ വെജിറ്റബിൾ വിത്ത് എ നൈഫ്. ഹീ കട്ട് ദ വെജിറ്റബിൾ വിത്ത് എ നൈഫ്. അവൻ കത്തി കൊണ്ട് വെജിറ്റബിൾസ് മുറിച്ചു. അപ്പോൾ എന്താണ്? വെജിറ്റബിൾസ് മുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് കത്തി എന്ന ഉപകരണമാണ്. അതുപോലെ മരം മുറിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉപയോഗിച്ചത് ആക്സ് എന്ന ഉപകരണമാണ് അല്ലേ? ഇത് രണ്ടിൻ്റെയും കൂടെ നമ്മൾ അവിടെ എന്തുപയോഗിക്കും? വിത്ത് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. ക്ലിയർ ആയില്ലേ എങ്ങനെയാണെന്ന്? ദെൻ നെക്സ്റ്റ് നോക്കിയേ.
We use with to say in the company or presence of. We use with to say in the company or presence of. കൂടെ എന്ന അർത്ഥത്തിൽ സെൻറ്റൻസിൽ വിത്ത് ഉപയോഗിക്കുന്നു. കൂടെ എന്ന അർത്ഥത്തിൽ സെൻറ്റൻസിൽ വിത്ത് ഉപയോഗിക്കുന്നു. She lives with her relatives. She lives with her relatives. I play with my cousin. She lives with her relatives. I play with my cousins. ഒപ്പം എന്ന അർത്ഥത്തിൽ നമ്മൾ സെൻറ്റൻസിൽ വിത്തിനെയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് നോക്കിയേ. ഷീ ലിവ്സ് വിത്ത് ഹർ റിലേറ്റീവ്സ്. ഐ പ്ലേ വിത്ത് മൈ കസിൻസ്. കൂടെ ഒപ്പം, അതുപോലെ തന്നെ കൂടെ എന്ന അർത്ഥത്തിലൊക്കെ നമ്മൾ എന്താണ് സെൻറ്റൻസിൽ വിത്ത് എന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. അവൾ എന്താണ് അവളുടെ റിലേറ്റീവ്സിൻ്റെ കൂടെ എന്താണ് താമസിക്കുന്നത്. കസിൻസിൻ്റെ കൂടെയാണ് ഞാൻ കളിക്കുന്നത്. ആ ഓരോ സെൻറ്റൻസിലും എന്താണ് കൂടെ എന്ന അർത്ഥമാക്കുന്നതിന് വേണ്ടിയിട്ട് വിത്ത് എന്ന ടേം ഉപയോഗിച്ചു. ഷീ ലിവ്സ് വിത്ത് ഹർ റിലേറ്റീവ്സ്. ഐ പ്ലേ വിത്ത് മൈ കസിൻസ്. അപ്പോൾ റിലേറ്റീവ്സ്, കസിൻസ് ഇതിൻ്റെ മുന്നേക്ക് ആയിട്ട് നമ്മൾ എന്തുപയോഗിച്ചു? വിത്ത് എന്ന ടേംസ് ഉപയോഗിച്ചു അല്ലേ, കൂടെ എന്ന് അർത്ഥം വരുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഒപ്പം എന്ന അർത്ഥത്തിൽ നമ്മൾ സെൻറ്റൻസിൽ അല്ലെങ്കിൽ കൂടെ എന്ന അർത്ഥം വരുന്നതിന് നമ്മൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? വിത്ത് എന്ന പ്രിപ്പോസിഷനാണ്. അപ്പോൾ കം വിത്ത് മീ എന്നോടൊപ്പം വരൂ. സ്റ്റേ വിത്ത് അസ് ഞങ്ങളോടൊപ്പം നിൽക്കൂ. വിത്ത് യു നിന്നോടൊപ്പം. വിത്ത് മീ എന്നോടൊപ്പം. വിത്ത് അസ് ഞങ്ങളോടൊപ്പം. വിത്ത് ദം അവരോടൊപ്പം. വിത്ത് ഹിം അവനോടൊപ്പം. വിത്ത് ഹർ അവളോടൊപ്പം. കം വിത്ത് മീ എന്നോടൊപ്പം വരൂ. സ്റ്റേ വിത്ത് അസ് ഞങ്ങളോടൊപ്പം നിൽക്കൂ. ഈ രണ്ട് എക്സാമ്പിൾസിലും ഒപ്പം എന്ന ടേമിന് അർത്ഥം നൽകുന്നതാണ് അല്ലേ. ഒപ്പം എന്നാണ് ആ പ്രിപ്പോസിഷൻ വേർഡിന് ആ സെൻറ്റൻസിൽ അർത്ഥം വരുന്നത്. അതുപോലെ ഓരോ ടേംസും അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ താഴെ പറയുന്നുണ്ട്. വിത്ത് യു, വിത്ത് മീ, വിത്ത് അസ്, വിത്ത് ദം, വിത്ത് ഹിം, വിത്ത് ഹർ. നിന്നോടൊപ്പം, എന്നോടൊപ്പം, ഞങ്ങളോടൊപ്പം, അവരോടൊപ്പം, അവനോടൊപ്പം, അവളോടൊപ്പം. അങ്ങനെ ഓരോ സെൻറ്റൻസിലും നമ്മൾക്ക് കൂടെ, ഒപ്പം എന്നിങ്ങനെ അർത്ഥം വരുന്നതിന് വേണ്ടി നമ്മൾ എന്തുപയോഗിക്കുന്നു? പ്രിപ്പോസിഷൻ വേർഡായിട്ടുള്ള വിത്ത് എന്ന ടേം ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ ഇന്നെന്താ ഡിസ്കസ് ചെയ്തത്? പ്രിപ്പോസിഷൻ എന്ന ടോപ്പിക്കിലെ ഫോറിൻ്റെയും അതുപോലെ വിത്തിൻ്റെയും യൂസസും എക്സാമ്പിൾസും ആണ് ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് വീഡിയോസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.